പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയും പലയിടത്തിൽ നിന്നും വിവിധമായ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളോട് അറിയിക്കുകയും അത് പ്രാർത്ഥിക്കുകയും അനേകർക്ക് വിടുതലാകുകയും വീണ്ടും ഞങ്ങൾ ശ്രദ്ധാപൂർവം ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു വരികയും ചെയ്യുന്നു. ഇന്നത്തെ മെസ്സേജും നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അടുത്ത ഒരു 10 മിനിറ്റ് ഈ ദൈവവചനം ശ്രദ്ധാപൂർവം ആമേൻ സ്തോത്രം നിങ്ങൾ ശ്രവിക്കുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, അത്ഭുതങ്ങൾ നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 64, 65, 66 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് നാം മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുന്ന വിഷയം, ദൈവപ്രവൃത്തിക്ക് മുമ്പിൽ ഒരു മാനുഷിക കോട്ടകൾക്കും അതിനെ തടയാൻ കഴിയത്തില്ല. ദൈവപ്രവൃത്തികൾക്ക് മുമ്പിൽ ഒരു മനുഷ്യന്റെ കാവലും ഒന്നുമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ പുനരുദ്ധാരണത്തെ തടയുവാൻ, ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ ആമേൻ പിശാച് ജനത്തെ ആമേൻ വശീകരിച്ച് ആമേൻ ഈ ലോകപ്രകാരം അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് ആ കല്ലറ ഉറപ്പാക്കി കാവൽ പടയാളികളെ അവിടെ നിർത്തി വലിയ കല്ലുകളെ ഉരുട്ടിവെച്ചു. റോമാ സാമ്രാജ്യത്തിന്റെ ഇംപീരിയൽ മുദ്രകളെ വെച്ച് ആ കല്ലറ ഉറപ്പാക്കി. എന്നാൽ ദൈവപ്രവൃത്തിക്ക് മുമ്പിൽ ആ തടസ്സങ്ങൾ ഒന്നും ആമേൻ ഫലപ്രദമായില്ല. ആമേൻ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ്, ആമേൻ സ്തോത്രം, യേശു കർത്താവ് ഉയർക്കും എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ പുറത്ത് കാവൽക്കാർ നിൽക്കുമ്പോൾ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുമ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ ഇംപീരിയൽ മുദ്രകൾ ആ കല്ലിന്മേൽ സ്തോത്രം പതിച്ചിരിക്കുമ്പോൾ ആമേൻ കല്ലറകൾക്കോ ആമേൻ തടയാൻ കഴിയാത്ത സർവശക്തനായ ദൈവം അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ഇന്ന് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ സ്തോത്രം അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ആമേൻ സ്തോത്രം ദുഷ്ടപിശാച് കൊണ്ടുവരുന്ന പല തടസ്സങ്ങളുണ്ട്, പലവിധമായ കല്ലുകൾ ഉണ്ടാകാം. എന്നാൽ അതൊന്നും നിങ്ങളെ തടയാൻ കഴിയത്തില്ല. ആമേൻ തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു കാവൽ കൂട്ടത്തിനോ ഒരു കാവൽ പടയാളികൾക്കോ എത്ര ടൺ ഭാരമുള്ള കല്ലുകൾ ഉരുട്ടിവെച്ചാലും ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് ആമേൻ ആമേൻ പറയുക. യേശുദമ്പുരാൻ തന്റെ ഐഹിക ജീവകാലത്ത് ആമേൻ കർത്താവ് ആമേൻ തുടർമാനമായി വിളിച്ചു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുവീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. അതേ സ്തോത്രം ഹല്ലേലൂയ. ദുഷ്ടപിശാചിനോട് സർവശക്തനായ കർത്താവ് യേശു കർത്താവ് ആമേൻ സ്തോത്രം പല ആവർത്തി തന്റെ സ്തോത്രം ഹല്ലേലൂയ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, ആമേൻ നിങ്ങൾ ഈ ആമേൻ മന്ദിരം പൊളിച്ചാൽ ഞാൻ അതിനെ പണിയും,
ഞാൻ ഉയർത്തെഴുന്നേൽക്കും, മരണത്തിന് എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. അതെ, ഇന്ന് ആമേൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളോട് ശക്തമായി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട്, നിങ്ങളോടൊരു വചനത്തിന്റെ നിവർത്തി പറഞ്ഞിട്ട്, ആ നിവർത്തിയെ തടയുവാൻ ഈ ഉലകത്തിലെ ഒരു ദുഷ്ടാത്മശക്തികൾക്കോ ഒരു ആഭിചാരകന്മാർക്കോ ഒരു മന്ത്രവാദികൾക്കോ ആമീൻ ഏതൊക്കെ കൂട്ടുകെട്ടുകൾക്കോ അത് തടയാൻ കഴിയത്തില്ല. കാരണം ഓർഡർ ഇട്ടവൻ സർവശക്തനെങ്കിൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെങ്കിൽ, ഒന്ന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ കർത്താവെങ്കിൽ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്നോടും എന്നോടും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കും. ആ വാഗ്ദത്തത്തിനെതിരെ കൂട്ടുകെട്ടുന്ന എല്ലാ പൈശാചിക ശക്തികളും ലജ്ജിച്ചു പോകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി, ആമേൻ, പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് ആമേൻ ഒരു കൂട്ടർ അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ദൈവമക്കളെ, ആമേൻ, അസൂയപ്പെടുന്നവൻ അസൂയപ്പെടും. അസൂയപ്പെടുന്നവർ നിനക്കെതിരെ പലവിധമായ ആക്രോശങ്ങൾ ഉണ്ടാക്കും. ആമീൻ സ്തോത്രം. നിന്നെ പൊതു തടവിലാക്കാൻ നോക്കും. നിന്നെ സ്തോത്രമല്ലിയ കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി, ആമീൻ സ്തോത്രം, നീ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് നിന്നെ ബന്ധിച്ചു വെക്കോ. എന്നാൽ കർത്താവാണ് നിന്നെ അഭിഷേകം ചെയ്തെങ്കിൽ, നിന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പെട്ടത് സർവശക്തനാണെങ്കിൽ, പത്രോസിനും യോഹന്നാനും ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ ഈ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. 5:22 ഇങ്ങനെ വായിക്കുന്നു: ചേവകർ ചെന്ന് അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. നോക്ക്, മാനുഷികമായ പൂട്ടുകൾക്ക്, മാനുഷികമായ കാവൽക്കാർക്ക് ആമീൻ അപ്പോസ്തലന്മാരെ ആമീൻ തടയാൻ കഴിഞ്ഞില്ല. ദൈവം തന്റെ ദൂതനെ കാരാഗ്രഹത്തിൽ ഇറക്കി. അതേ ദൈവമക്കളെ, എത്ര വലിയ പൂട്ടുകളിട്ട് നിന്നെ പൂട്ടി അകത്തൊതുക്കാൻ നോക്കിയാലും ദൈവപ്രവൃത്തി, നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ആമീൻ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. അവർ സ്തോത്രം ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകരും മഹാപുരോഹിതന്മാരും ഇതെന്തായിരിക്കുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. നോക്ക് ദൈവമക്കളെ, അവർ കാവൽക്കാരെ നിർത്താഞ്ഞിട്ടല്ല, വലിയ പൂട്ടുകൊണ്ട് ആമി കാരാഗ്രഹത്തിന്റെ വാതിൽ പൂട്ടാഞ്ഞിട്ടല്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവരാ, ദൈവത്തിന്റെ അഭിഷക്തന്മാരാ. ആമേൻ സ്തോത്രം. എത്ര പേര് ഇന്ന് സന്ധ്യയിൽ അത് വിശ്വസിച്ച് ദൈവത്തിന് ആമീൻ പറയും. ആമീൻ. നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, നിന്നെ ബന്ധിച്ചു വെക്കാൻ കഴിയത്തില്ല. പത്രോസിനെ ആമീൻ സ്തോത്രമല്ലിയ വാളുകൊണ്ട് കൊല്ലാൻ ആമീൻ സ്തോത്രം കാരാഗ്രഹത്തിനകത്ത് ആമീൻ സ്തോത്രം 4 ചേവകരുള്ള 4 കൂട്ടത്തിന്റെ അകത്ത് ആമീൻ അകത്തെ മുറിയിൽ സൂക്ഷ്മത്തോടെ കാവൽക്കാരുടെ നടുവിൽ അവനെ ബന്ധിച്ചിരിക്കുമ്പോൾ ആമീൻ സ്തോത്രം വാഗ്ദത്തമുള്ള പത്രോസിനെ ആമീൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ ആ കാരാഗ്രഹത്തിലേക്ക് അയച്ച് ആമീൻ സ്തോത്രം ചങ്ങലകൾ അഴിച്ച് 1-ാം കാവലും 2-ാം കാവലും സകല കാവലുകളെയും മറികടന്ന് നഗരത്തിലേക്കുള്ള ആമീൻ ഇരുമ്പുവാതിലുകളെ സ്വതവേ തുറന്ന് പുറത്തു കൊണ്ടുവന്ന് പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് ദൈവം വീണ്ടും അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ദൈവാത്മാവിൽ ആരോടൊക്കെ വിളിച്ചു പറയുക, നിന്നെ ഏതകത്ത് കാമീൻ സ്തോത്രം അല്ലേലിയ മുറിക്കകത്ത് പിശാച് ഒതുക്കാൻ
നോക്കിയാലും ആമേൻ അവനെ തെറ്റുപറ്റി ഒതുക്കാൻ കഴിയത്തില്ല. ദേശത്ത് വ്യാപരിക്കുന്ന ഒരു ദുരാത്മ ശക്തികൾക്ക്, മന്ത്രവാദ ആഭിചാര ശക്തികൾക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല. കാരണം നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ കൊണ്ടുവന്നിട്ട്, ആമേൻ, സ്തോത്രം, 6:17 നമ്മൾ വായിക്കുന്നു, അവർ ഒരു കല്ലുകൊണ്ടെന്ന് ഗുഹയുടെ വാതിൽ അടച്ചു. സിംഹക്കുഴിക്കകത്തിട്ടാൽ എന്തിനാ ബോളിൽ ഒരു കല്ലുകൂടെ വെക്കുന്നത്? ഒരു തരത്തിലും നീ രക്ഷപ്പെടരുത്. ആമേൻ. സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് ചാടാൻ, ആമേൻ, പുറത്തു വരാൻ കഴിയാതെ വണ്ണം ആ കല്ല് അവര് കൊണ്ടുവച്ചു. ഇന്ന് പകലിൽ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ആരൊക്കെ കല്ലുകൊണ്ട് ആമേൻ നിന്റെ വാതിലുകൾ അടച്ചാലും, നിന്റെ വഴികൾ അടച്ചാലും, അവർക്ക് തെറ്റുപറ്റി സിംഹത്തെ സൃഷ്ടിച്ച ദൈവം നിന്റെ ദൈവമാണ്. ആ കല്ലുകളെ ഒന്ന് ഗർജിക്കുമ്പോ ആ കല്ല് തെറിച്ചു പോകും. ഇന്ന് സ്തോത്രം, എത്ര പേര് ആമേൻ ആ വചനം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യും? ഞാൻ ആവർത്തിച്ചു പറയാം, ദൈവപ്രവർത്തികളുടെ മുമ്പിൽ ഒരു കാവലിനോ ഒരു കല്ലുകൾക്കോ നിന്നെ തടയാൻ പറ്റത്തില്ല. ഹാമേശ്വര, ഒരു ശക്തികൾക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല. യേശു തമ്പുരാന്റെ ഉയർപ്പിനെ തടയുവാൻ പിശാച് അവനാൽ ആവോളം പ്രയത്നിച്ചു. എന്നാൽ ദൈവത്തിന് ഒരു ഗർജനം മതിയായിരുന്നു. എന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേലും ആമേൻ ഒരു വിടുതൽ വ്യാപരിക്കുകയാണ്. ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ഏത് പൈശാചിക മണ്ഡലങ്ങളായാലും നിന്നെ തടയാൻ കഴിയത്തില്ല. ദൈവപ്രവൃത്തി നിന്നിൽ നടക്കും. ദൈവപ്രവൃത്തി നിന്നിൽ നടക്കും. അത് നിശ്ചയമാണ്. നീ ഉയർത്തെഴുന്നേൽക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നീ രക്ഷ പ്രാപിക്കും. നിന്റെ തലയിൽ ദൈവ കിരീടത്തെ ശോഭിപ്പിക്കോ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആമേൻ കർത്താവേ അനുഗ്രഹത്തിന് തടസ്സമായി ആമേൻ സ്തോത്രം ദുഷ്ടപിശാച് ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ മാർഗ തടസ്സങ്ങളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ശ്വാസിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളായ എന്നെ കേൾക്കുന്നവരിൽ അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. വാതിലുകൾ അടഞ്ഞിരിക്കുന്നവരുടെ പുതുവഴികൾ തുറക്കട്ടെ. ആമേൻ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിശ്ചയമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.